കർണാടക കോമൺ എൻട്രൻസ് എക്സാം എഴുതിയ ഒത്തിരി കുട്ടികൾ അതിൻ്റെ അടുത്ത അപ്ഡേറ്റ് ചോദിക്കാറുണ്ട്. ഇപ്പം നിലവിൽ കർണാടക CET എക്സാമിൻ്റെ ഫസ്റ്റ് റൗണ്ട് അലോട്ട്മെൻറ്റ് വന്നു കഴിഞ്ഞു. ഒത്തിരി കുട്ടികൾക്ക് നല്ല നല്ല കോളേജുകളിൽ അഡ്മിഷൻ കിട്ടിയ വിവരം ഞാൻ അറിഞ്ഞു. നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പിലും അതുപോലെ തന്നെ ചാനലിലും ഒക്കെ ഒത്തിരി കുട്ടികൾ മെസ്സേജ് അയക്കുന്നുണ്ട്. അപ്പോൾ പ്രൊവിഷണലായിട്ട് ഇപ്പോൾ വന്നിട്ടുള്ള അലോട്ട്മെൻറ്റ് എന്ന് പറയുന്നത് ഫസ്റ്റ് റൗണ്ട് അലോട്ട്മെൻറ്റിൻ്റെ ഡെമോ മാത്രമാണ്. നിങ്ങളുടെ ഫൈനൽ അലോട്ട്മെൻറ്റ് 2-ാം തീയതി നാളെ ഉച്ചയ്ക്ക് 2 മണിക്ക് ശേഷം നിങ്ങളുടെ ഫൈനൽ അലോട്ട്മെൻറ്റ് പബ്ലിഷ് ആവും. ഇപ്പോൾ ഒരു ഉദാഹരണത്തിന് ഇപ്പോൾ ഒരു കുട്ടിക്ക് A എന്ന് പറയുന്ന കോളേജിൽ അഡ്മിഷൻ കിട്ടിയിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ നിലവിൽ ഇപ്പോൾ അവിടെ പോയി ചേരേണ്ട കാര്യമില്ല. നാളെ ഉച്ചയ്ക്ക് 2 മണിക്ക് ശേഷം വരുന്ന അലോട്ട്മെൻ്റ് ആയിരിക്കും നിങ്ങളുടെ ഫൈനൽ അലോട്ട്മെൻറ്റ് ഉണ്ടാവുക. നിങ്ങൾക്ക് 4 രീതിയിലാണ് അടുത്തത് നമുക്ക് ചോയ്സ് കൊടുക്കാൻ പറ്റുന്നത്. ചോയ്സ് 1 എന്ന് പറയുന്നത് നമുക്ക് കിട്ടിയ കോളേജ് ഏതാണോ ആ കോളേജ് നമ്മൾ 100% സാറ്റിസ്ഫൈഡ് ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ആ കോളേജിൽ അഡ്മിഷൻ എടുത്ത് നമുക്ക് അടുത്ത റൗണ്ട് അലോട്ട്മെൻറ്റുകളിലോട്ട് പങ്കെടുക്കാതെ കിട്ടിയ കോളേജിൽ അഡ്മിഷൻ എടുത്ത് മുന്നോട്ടേക്ക് പോവാം. ചോയ്സ് 2 എന്ന് പറയുന്നത് നമുക്ക് കിട്ടിയ കോളേജിൽ നമ്മൾ ബ്ലോക്ക് ചെയ്ത് വെക്കുകയും അതിനുശേഷം 2ാമത്തെ അലോട്ട്മെൻറ്റിന് പങ്കെടുക്കാൻ താല്പര്യമുണ്ട്, നമ്മൾ കൊടുത്ത കോളേജുകളുടെ ലിസ്റ്റിൽ മുകളിലോട്ടുള്ള കോളേജുകളിലോട്ട് അലോട്ട്മെൻറ്റ് കൊടുത്ത് അഥവാ കിട്ടുകയാണെന്നുണ്ടെങ്കിൽ പോവാലോ എന്നുള്ള ഡൗട്ടിൽ നിൽക്കുന്ന പിള്ളേരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചോയ്സ് 2 കൊടുത്തിട്ട് അലോട്ട്മെൻറ്റ് പ്രോസസ്സ് മുന്നോട്ടേക്ക് പോകാവുന്നതാണ്. 3ാമത്തെ ഓപ്ഷൻ എന്ന് പറയുന്നത് കിട്ടിയ കോളേജ് സാറ്റിസ്ഫൈഡ് അല്ല എന്നാൽ മുന്നോട്ടേക്കുള്ള കോളേജുകളിലോട്ടുള്ള അലോട്ട്മെൻറ്റിന് പോകണം. ലോക്ക് ചെയ്യേണ്ട, നിങ്ങൾക്ക് മുന്നോട്ടേക്കുള്ള അലോട്ട്മെൻറ്റ് വഴി മുന്നിൽ കൊടുത്തിട്ടുള്ള അലോട്ട്മെൻറ്റിലുള്ള കോളേജസിൽ മാത്രം കിട്ടിയാൽ മതി എന്നുണ്ടെങ്കിൽ അങ്ങനെ പോകാനാണ് 3ാമത്തെ ഓപ്ഷൻ കൊടുക്കുന്നത്. 4ാമത്തെ ഓപ്ഷൻ എന്ന് പറയുന്നത് നിങ്ങൾക്ക് ഈ അലോട്ട്മെൻറ്റ് പ്രോസസ്സിനെ താല്പര്യമില്ല, നമുക്ക് പിന്മാറി പോവാം, അഡ്മിഷനൊന്നും വേണ്ട എന്നാഗ്രഹിക്കുന്ന കുട്ടികളാണെന്നുണ്ടെങ്കിൽ 4ാമത്തെ ചോയ്സ് കൊടുത്തിട്ട് മുന്നോട്ടേക്ക് പോകാം. ഇങ്ങനെ 4 ഓപ്ഷൻസാണ് നിങ്ങൾക്ക് നാളെ ചെയ്യാൻ പറ്റുന്നത്. അപ്പോൾ നിങ്ങൾ നാളേക്ക് വരെ നിങ്ങൾ വെയിറ്റ് ചെയ്യണം. നിങ്ങൾക്ക് ഏതൊക്കെ കോളേജുകളിലാണ് അലോട്ട്മെൻറ്റ് കിട്ടിയിട്ടുള്ളത് എന്നുള്ളത് നിങ്ങൾ താഴെ ജസ്റ്റ് കമൻറ്റ് ചെയ്യുക. എല്ലാവർക്കും അറിയാലോ എത്രത്തോളം കുട്ടികൾക്ക് കിട്ടിയിട്ടുണ്ട് എന്നുള്ളത്.